ഹലോ. ആ എടാ, ഈ ആനിമേറ്റഡ് വീഡിയോ എങ്ങനെയാടാ ക്രിയേറ്റ് ചെയ്യുന്നത്? എടാ, അത് നിൻ്റെ സ്മാർട്ട് ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഫോൺ ഉപയോഗിച്ചോ? അതെങ്ങനെയാടാ? അതിന് നീ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടാൽ മതി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക്നിക്കൽ ബോസർ. ഇന്നത്തെ വീഡിയോയിൽ എന്നാ ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുമ്പ് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെ നിങ്ങൾക്കൊരു ആനിമേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിൽ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, അതും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വരച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഭവമല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ക്യാരക്ടർ തരും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസോ അല്ലെങ്കിൽ വോയിസൊക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ട്വീൻ ക്രാഫ്റ്റ് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും, ട്വീൻ ക്രാഫ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് 5 സംഭവം കാണാം. അപ്പോൾ ഞാൻ ഒരു രണ്ടാമത് കാണിച്ചു തരാം. അച്ചീവ്മെൻറ്റ്സ്, നോട്ടിഫിക്കേഷന്, പിന്നെ അവസാനമുണ്ടാവും ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ID നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക അധികം. ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അത് സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ പ്ലസ് എന്ന ബട്ടണോ അല്ലെങ്കിൽ ആ മഞ്ഞ കളറുള്ള ഒരു ക്രിയേറ്റ് യുവർ സ്റ്റോറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾക്ക് സൗണ്ട്സ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് സൗണ്ട്സ് കാണാം. അപ്പോൾ അതിലേതെങ്കിലും സൗണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അവിടെ ഓറഞ്ച് കളർ കാണാം, അത് പ്ലേ ചെയ്യാനും അത് വയലറ്റ് കളർ ആഡ് ചെയ്യാനും. പിന്നെ എനിക്ക് വയലറ്റ് കളർ കാണുമ്പോൾ ഇവിടെ ഒരുപാട് കാണാം, ക്യാരക്ടേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ടെക്സ്റ്റ്, ഇമേജ് ആഡ് ചെയ്യാം, ജിഫ് ആഡ് ചെയ്യാം, ഒരുപാട് സംഭവമുണ്ട്. ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. കാണിച്ചു തരാം, ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഏത് ക്യാരക്ടേഴ്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ഒരു ക്ലൗഡിൻ്റെ ചിഹ്നത്ത് കാണാം, അത് ഡൗൺലോഡ് ചെയ്യണം. പിന്നീട് ഒരു വീഡിയോൻ്റെ ചിഹ്നത്ത് കാണാം, 1 എന്നും 2 എന്നൊക്കെ. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഒരു പരസ്യം കണ്ടാൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ ഒരു ആഡാണ് എന്നർത്ഥം. അപ്പോൾ അത് ചിലപ്പോൾ ആണ് ആ ഒരു ആഡ് വർക്ക് ചെയ്യുക. ഇപ്പോൾ എനിക്ക് വർക്ക് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും ആ ഒരു ക്യാരക്ടർ. അവിടെ നിങ്ങൾക്ക് മൂവ് എന്ന് കാണാം. മൂവ് ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അവിടെ ഞങ്ങൾക്ക് ഓഡിയോൻ്റെ ഒരു ചിഹ്നം കാണാം. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കൈയൊക്കെ ഇളക്കണ കൈയിൻ്റെ ആ ഒരു അണക്കിയാൽ മതി. അവിടെ ഞങ്ങൾക്ക് ഇവിടെ ശരീരമൊക്കെ ഇളക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നീക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് ആക്കാൻ പറ്റും. അവിടെ ഞങ്ങൾക്ക് ഓഡിയോൻ്റെ ഒരു ചിഹ്നം കാണാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡ് ചെയ്യാം, നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പല ഇമോഷനുകൾ കാണാൻ പറ്റും. അവിടെ എനിക്ക് തഗ് ലൈഫ് വരെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ തഗ് ലൈഫ് ഉണ്ട്, അതിൽ സാഡ് മൊമെൻ്റ് ഒക്കെ ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഡെത്ത്, അതുപോലെ തന്നെ ഇഞ്ചറി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ആംഗ്രി ആയിട്ടുള്ള പിന്നെ ഫോൺ വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇല്ല, നല്ല ഫോണൊക്കെ വിളിക്കുന്ന നല്ല രീതിയിൽ അടിപൊളി സംഭവമാണ്. ഇതിപ്പോൾ ഇനി അടുത്തത് ഇവിടെ ഞങ്ങൾക്ക് 4 ഓപ്ഷന് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് റൊട്ടേറ്റ് എന്ന് കാണാം. റൊട്ടേറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് മുന്നിൽ കാണിച്ചാൽ അവിടെ റീസൈസ് എന്ന് കാണാം അവിടെ മുകളിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സൈസ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തത് അതിൻ്റെ ആ ഒരു ഓഡിയോയുടെ സെറ്റിങ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണ ആ ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണാം, അത് ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതാണ്. അത് ക്ലിക്ക് ചെയ്താൽ സ്പീച്ച് സെറ്റിങ്സ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ടൊക്കെ ഒരു കാർട്ടൂണിൻ്റെ രീതി, ഒരു ചെറിയ സൗണ്ടും വലിയ സൗണ്ടും ഒക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ടെമ്പോ എന്ന് വെച്ചാൽ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെയാണ്. അപ്പോൾ അവിടെ നോർമൽ എന്ന് കാണാം. അപ്പോൾ ടിക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോർമൽ സൗണ്ട് ആയിരിക്കും, മുകളിലാണ്. അപ്പോൾ ആ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇപ്പം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു ഫ്രെയിം കാണാം. അവിടെ നിങ്ങൾക്ക് ഒരു മൂവ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം.
എന്നാലേ അടുത്ത മൂവ്മെൻറ്റ് കാണും. ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഇവിടെ മൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തൊന്ന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നീങ്ങുക. എന്നിട്ട് വീണ്ടും പ്ലസ് ബട്ടൺ നോക്കിയിട്ട് ഞാനിപ്പോൾ വേറൊരു ആക്ഷൻ കാണിക്കുന്നതാണ്. ഓരോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ആക്ഷൻ നിങ്ങൾ ചെയ്യണം, എന്നാലേ നിങ്ങൾക്കൊരു മൂവിയുടെ രീതിയിൽ വരും. ഇപ്പോൾ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ല, അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന ഒരു രീതിയിൽ. അപ്പോൾ ഓരോ മൂവ്മെൻറ്റിലും ഓരോരോ ലെയർ നിങ്ങൾ ഫ്രെയിം നിങ്ങൾ ഇതാക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ആനിമേഷൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കാണാം. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം. അവിടെ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുന്ന ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് കാണാം. ഹോം, കളിക്കുന്ന സ്ഥലം, ഒരുപാട് സ്ഥലം അങ്ങനെയുണ്ട്. ഒരു ടെക്സ്റ്റ്, മ്യൂസിക് എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇതൊന്നും കാണിച്ചു തരുന്നില്ല. അവിടെ നിങ്ങൾക്ക് മുകളിൽ ഒരു അണ്ടോ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ എനിക്ക് ബാക്കോട്ടേക്ക് പോകാം. നിങ്ങൾ നേരത്തെ ചെയ്തൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ അവിടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ എനിക്ക് അവിടെ എക്സ്പോർട്ട് എന്ന് കാണാം. എക്സ്പോർട്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ വരും. അതിൻ്റെ നെയിം നിങ്ങൾ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒന്നും നെയിം കൊടുക്കുന്നില്ല. മൈ മൂവി 4 എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുത്താൽ എനിക്ക് ഇങ്ങനെ ചോദിക്കും ടാഗ് വെക്കണമെങ്കിൽ. അപ്പോൾ ഫണ്ണി എന്നുള്ളതും ഒരു ജോക്ക് എന്നുള്ളതും ആണ് വെക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് എനിക്ക് അവിടെ മലയാളം എന്ന് കാണാം. ഇപ്പോൾ ലാംഗ്വേജ് ആദ്യം മലയാളം ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അത് ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇവിടെ എനിക്ക് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ഷെയർ വിത്ത് ഫ്രണ്ട്സ് കാണാം. അതൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റും ഫ്രണ്ട്സുമായിട്ട്. ഇപ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ എനിക്ക് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഒരു ആനിമേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.